ഇല്ല, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഭൂരിപക്ഷം ശാസ്തമംഗലത്ത് ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണിത്. ഞങ്ങളുടെ വാഗ്ദാനം എന്ന് പറയുന്ന വെറും വാക്കല്ല, പാഴ്വാക്കല്ല. തീർച്ചയായിട്ടും മോദിജി എത്തും. കേരളത്തിനെ സംബന്ധിച്ചും തിരുവനന്തപുരത്തെ സംബന്ധിച്ചും ഇതൊരു വലിയ വലിയ വിജയം തന്നെയാണ്. നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ മുൻ DGPയും BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ R. ശ്രീലേഖ വിജയിച്ചിരിക്കുന്നു. മേയർ സ്ഥാനാർത്ഥിയായി BJP പരിഗണിക്കുന്ന ശ്രീലേഖ കന്നി പോരാട്ടത്തിലാണ് നിലവിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. R. ശ്രീലേഖ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. വിജയം സൂപ്പർ, വളരെ സന്തോഷം, വളരെ ചാരിതാർത്ഥ്യം, വളരെ അഭിമാനം. ശാസ്തമംഗലം വാർഡിൽ ഇതിനു മുൻപ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല. ഇല്ല, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഭൂരിപക്ഷം ശാസ്തമംഗലത്ത് ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണിത്. അപ്പോൾ ജനം ഇരു കൈയും നീട്ടി എന്നെ സ്വീകരിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മോദി പിന്നെ തലസ്ഥാനത്ത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എത്തും. ഞങ്ങളുടെ വാഗ്ദാനം എന്ന് പറയുന്ന വെറും വാക്കല്ല, പാഴ്വാക്കല്ല. തീർച്ചയായിട്ടും മോദിജി എത്തും. വാഗ്ദാനങ്ങളെല്ലാം തന്നെ എല്ലാം പാലിക്കും. വളരെ വളരെ സന്തോഷമുണ്ട്. ഇതൊരു ചരിത്ര വിജയമാണ്. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചും തിരുവനന്തപുരത്തെ സംബന്ധിച്ചും ഇതൊരു വലിയ വലിയ വിജയം തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ NDA BJP ഭരിക്കും എന്നത് മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ വരാൻ പോണു എന്നതിൻ്റെ അഭിമാനം, ചാരിതാർത്ഥ്യം, അതുപോലെ എല്ലാ ജനങ്ങളോടും നന്ദി. വോട്ട് ചെയ്ത എല്ലാവരോടും, എൻ്റെ കൂടെ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച എല്ലാവരോടും, ശബരിമല ശാസ്താവിനോടും അനന്തപത്മനാഭനോടും ഭഗവാനോടും ശ്രീ പത്മനാഭനോടും എല്ലാവരോടും വളരെ 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 നന്ദി. അത്രയും മാത്രമേ പറയാനുള്ളൂ. പാർലമെന്റ് രംഗത്തേക്ക് പോവുകയാണ്. വേറൊരു തലത്തിലാണ് ഇനി ജീവിതം മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണത്? നോക്കട്ടെ. ഞാനിപ്പോൾ കൗൺസിലറാണ്, അത് മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധ. എൻ്റെ വിവാദങ്ങൾ എല്ലാം തിരിച്ചടിച്ചു എന്നുള്ളതിന്റെ വലിയ തെളിവല്ലേ. ഈവൻ തിരുമലയിൽ വൻ ഭൂരിപക്ഷമല്ലേ കിട്ടിയിരിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും അവിടെയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം തോന്നുന്നു. 1000 എത്രയോ പരം വോട്ടുകൾക്കല്ലേ ബേബിമാ ജയിച്ചത്. ഞങ്ങൾ എല്ലാവരും ജയിച്ചു വന്നിരിക്കുകയാണ്. അയ്യപ്പൻ രക്ഷിച്ചു. ശരി. എല്ലാ പ്രവർത്തനങ്ങളും എന്റെ വിജയത്തിന്റെ 50% ഇദ്ദേഹത്തിനുള്ളതാണ്. ഇദ്ദേഹം ശാസ്തമംഗലത്ത് ചെയ്തിട്ടുള്ള വികസനങ്ങളുടെ വലിയ പിന്തുണയാണ് എനിക്കിപ്പോ ശാസ്തമംഗലത്ത് ലഭിച്ച വോട്ടുകൾ കാണിക്കുന്നത്. ഇദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഒരു അതെ അതെ, നമ്മുടെ ഭൂരിപക്ഷം നല്ല ഉറപ്പിച്ചു. എന്തായാലും തിരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളെ മറികടന്നുകൊണ്ടാണ് R. ശ്രീലേഖ വിജയിച്ചിരിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തിയോട്ടം വിശ്വാസത്തിന്റെ പേരിലുള്ള കുറ്റകൃത്യമാണ് എന്ന R. ശ്രീലേഖയുടെ പഴയ കുറിപ്പ് കോൺഗ്രസ് പ്രചരണ ആയുധമാക്കിയിരുന്നു. കുട്ടികൾക്ക് ശാരീരികമായും മാനസികവുമായ കടുത്ത പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുന്നുവെന്ന് ശ്രീലേഖ കുറിപ്പ് എഴുതിയതിന് പിന്നാലെ ബാലാവകാശ കമ്മീഷൻ കേസും എടുത്തിരുന്നു. താൻ സ്ഥാനാർത്ഥിയായതിന്റെ പേടി കൊണ്ടാണ് ഇത്തരത്തിൽ പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്നും അതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്നുമായിരുന്നു R. ശ്രീലേഖയുടെ പ്രതികരണം. ഇതിന് പിന്നാലെ R. ശ്രീലേഖയുടെ വോട്ട് അഭ്യർത്ഥിച്ചുള്ള ചുവരെഴുത്തുകളിൽ പേരിനൊപ്പമുണ്ടായിരുന്ന IPS എന്നത് കറുത്ത മഷി കൊണ്ട് മായ്ച്ചതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. എന്തായാലും ഏറെ വിവാദങ്ങളെ എല്ലാം തന്നെ മറികടന്നുകൊണ്ട് R. ശ്രീലേഖ ശാസ്തമംഗലം വാർഡിൽ വിജയിച്ചിരിക്കുന്നു. ഇനി മുൻ DGP തിരുവനന്തപുരം മേയർ ആകുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു നിൽക്കുന്നത്. R. ശ്രീലേഖ മേയർ ആകുമോ എന്നുള്ള ഉത്തരം BJP വരും ദിവസങ്ങളിലും തരുമെന്നുള്ള ഉറപ്പുമാണ് നമ്മളോട് BJP നേതാക്കളും പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.